പുതിയ കാഴ്ചകളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാഴ്ചകളാണ്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അന്നൊരു ലീഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലീഡറിനെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ. മുഖ്യമന്ത്രി ആരാകും എന്ന കാര്യത്തിൽ സംശയമുണ്ടാകില്ല. അതുപോലെ പിന്നീട് ലീഡറിനെ വെട്ടി എ കെ ആന്റണി വരുന്നു. എ കെ ആന്റണിക്ക് ശേഷം എ കെ ആന്റണിയെ വെട്ടി ഉമ്മൻചാണ്ടി വരുന്നു. ഇതൊക്കെ വെട്ടിയിട്ടാണ് വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് കോൺഗ്രസിൽ ഈ വെട്ടും തടയും ഒക്കെ തന്നെ വളരെ പ്രസിദ്ധമാണ് അക്കാര്യത്തിലൊക്കെ തന്നെ. യഥാർത്ഥത്തിൽ ഈ പദവികൾക്ക് വേണ്ടി പോർമുഖങ്ങൾ തുറക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത്. പോർമുഖങ്ങൾ, അക്ഷരാർത്ഥത്തിൽ പോർമുഖങ്ങൾ തുറക്കുകയാണ്. മുൻകാലങ്ങളിൽ ഒരു നേതാവിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു നേതാവുണ്ട് എന്നാണെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് 3 നേതാക്കളാണ്. 3 നേതാക്കളും കരുതുന്നത് തങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഞങ്ങൾ യോഗ്യരാണ് എന്ന് ജനത്തെ ബോധിപ്പിക്കാനോ അതല്ലെങ്കിൽ അണികളെ ബോധിപ്പിക്കാനോ ആയി പ്രതിച്ഛായ നിർമ്മിതിയാണ് നടത്തുന്നത്. അതിലാരും പുറകിലല്ല എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് തുടക്കമിടുന്നത് എറണാകുളത്ത് നിന്നാണ്, കൊച്ചിയിൽ നിന്നാണ്. അത് ഇവിടുത്തെ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന കൊച്ചിയിലെ സ്ഥാനാർത്ഥിയാണ് ആദ്യം പറയുന്നത്. കേരളത്തിൽ UDF വിജയിക്കും, UDF വിജയിച്ചാൽ കേരളത്തിൽ എറണാകുളത്ത് നിന്നായിരിക്കും ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് ആദ്യം പ്രഖ്യാപിക്കുകയാണ്. തൊട്ടു പിന്നാലെ അങ്ങനെയല്ല എന്ന പ്രതികരണവുമായി മറ്റ് നേതാക്കൾ രംഗത്തെത്തുന്നു. അതിനുശേഷം AP അനിൽകുമാറിനെ പോലെയുള്ള KC വേണുഗോപാലിൻ്റെ അടുത്ത അനുയായികൾ ലീഗ് നേതാക്കളെ കാണാൻ പോകുന്നു, ചർച്ചകൾ നടത്തുന്നു. ആ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എങ്ങനെയാണോ കോൺഗ്രസിൽ ചർച്ചകൾ നടക്കുന്നത്, നീക്കങ്ങൾ നടക്കുന്നത്, ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ അതായിരുന്നു ആദ്യഘട്ടം എന്ന് പറയുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ വളരെ ഒരു പുതിയ മോഡലാണ്. ശരിക്കും കോൺഗ്രസ് ഒരു പുതിയ മോഡൽ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ രമേശ് ചെന്നിത്തല, ഏറ്റവും ഒടുവിലത്തെ കാര്യം പറഞ്ഞ് പഴയ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ മുഖ്യമന്ത്രി റേസിൽ ഇപ്പോൾ നിൽക്കുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. ആ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് കേരള യാത്ര എന്നാണ്. 1982 രമേശ് ചെന്നിത്തല കേരള യാത്ര നടത്തിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ആ നിലയിൽ കേരളം മുഴുവൻ നടന്നൊരു യാത്ര അന്ന് രമേശ് ചെന്നിത്തല നടത്തിയിട്ടുണ്ട്. ആ നിലയിലൊക്കെ തന്നെ വലിയ പ്രവർത്തന പാരമ്പര്യമുള്ളൊരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ രമേശ് ചെന്നിത്തല ഇന്ന് അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കുന്നു, ഇതാ ഒരു പോഡ്കാസ്റ്റ്. അത് കേരള യാത്രയാണ്, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു യാത്രയാണ്, അതൊരു പോഡ്കാസ്റ്റ് യാത്രയാണ്. ഒപ്പം തന്നെ 2 ദിവസം മുൻപാണ് ജനനായകൻ എന്ന് പറഞ്ഞുള്ള വലിയ ഡോക്യുമെൻ്ററി വരുന്നു. അതോടൊപ്പം തന്നെയാണ് അതിനെ വെല്ലുന്ന തരത്തിൽ KC വേണുഗോപാലിൻ്റെതായിട്ടുള്ള ഒരു തീം സോങ്ങൊക്കെ വരികയാണ്, ഒരു പ്രചരണ സോങ്ങൊക്കെ വരികയാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആരൊക്കെ കുത്തിപ്പൊക്കിയെടുത്ത് പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും സോഷ്യൽ മീഡിയയിൽ ഇത് തരംഗമാണ്. സോഷ്യൽ മീഡിയയിൽ അവരവരുടേതായ ആളുകൾ ഇതെല്ലാം ഉയർത്തിപ്പിടിക്കുന്നു. VD സതീശനാണെങ്കിൽ നിശബ്ദനാണെന്ന് തോന്നും, പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായുള്ള വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്.